ഈ ആഴ്ച തിയേറ്ററോട് റിലീസാകാൻ പോകുന്ന സിനിമയാണ് റോന്ത് എന്ന് പറയുന്ന സിനിമ. ഷാഹി കബീറാണ് ചിത്രം എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ടീസർ ഓൾറെഡി നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. അതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. എന്നാൽ ഞാനത് കണ്ടില്ല, കാണാതെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സിറ്റുവേഷൻ എനിക്ക് ഒത്തു വന്നില്ല അത് കാണാനുള്ള. ബാക്കി അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിയ ബാക്കി എല്ലാ ട്രെയിലറുകളും കണ്ടു. എന്നാൽ അത് ഞാൻ കാണാതെ വെച്ചത് നമുക്ക് റിയാക്ട് ചെയ്യണം എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം കൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഭാവന സ്റ്റുഡിയോസിൻ്റെ യൂട്യൂബ് ചാനലിലും കൂടി ആ ട്രെയിലർ റിലീസായി. സോ ഇന്ന് തന്നെ നമുക്കതങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. കാരണം ഈ ആഴ്ചയാണ് പടം റിലീസ്. എനിക്കൊരുപാട് ഇഷ്ടമുള്ള ഒരു ഡയറക്ടറാണ്, ഒരു എഴുത്തുകാരനാണ് ഷാഹി കബീർ. സോ കുറച്ച് എക്സൈറ്റഡും കൂടിയാണ്. എന്തായാലും ട്രെയിലർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് കിടക്കാം. വെൽക്കം ടു സിനി പീഡിക. എന്നാണ് നിനക്ക് വലിയ ഷാഹി കബീറിനെ ഭയങ്കര ഇഷ്ടമായിട്ട് നീ ഇത്രയും ദിവസമായിട്ട് പടത്തിൻ്റെ ട്രെയിലർ കാണാത്ത എന്ന് ചോദിക്കരുത്. കാരണം ചില സിറ്റുവേഷൻസിൽ നമുക്കത് കാണാൻ സാധിക്കില്ല. എടുത്തു വെച്ചിട്ട് പിന്നീട് അത് ചെയ്യാൻ വിട്ടുപോകുന്ന ഓരോ അവസ്ഥകളുണ്ടാവും. സോ അങ്ങനൊരു അവസ്ഥയിലാണ് ഇത് ശരിക്കും പറഞ്ഞാൽ വിട്ടുപോയത്. ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4 ദിവസമായി ട്രെയിലർ ഇറങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിന്ന് കാണാം, കുഴപ്പമില്ലല്ലോ. ലേറ്റാകുമ്പോൾ എന്തായാലും ലേറ്റസ്റ്റാக വരും എന്നാണല്ലോ അതിൻ്റെ ഒരു പഴംപൊരി. സോ കൂടുതൽ പറഞ്ഞ് നമ്മൾ ബോറടിപ്പിക്കേണ്ട, ലെറ്റ്സ് റിയാക്ട്. ഓക്കെ? ഒന്നുമില്ല, ആ ചൊറിയും യോനാനുമായിട്ട് എന്ത് ഡ്യൂട്ടി. കുറെ നേരമായിട്ടാണ് എനിക്കിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഞാൻ വിളിക്കാം, പൈലറ്റ് വരുന്നുണ്ട്. മൊബൈൽ ടു ആൻസറിംഗ് സാർ, ഞങ്ങളിവിടെ ബോർഡർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓവർ. കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇവിടത്തെ പെട്ടി എടുത്ത് വെച്ചേക്കണേ. സൈറ 1-2 ജംഗിൾ പിക്ചേഴ്സ് പ്രസൻസ്. ഈ സമയം ബഹുമാനപ്പെട്ട മൈക്ക് 8ന്റെ പൈലറ്റ് ഏറ്റെടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ കീഴാറ്റൂർ കുമ്മ. കേൾക്കാനല്ലേ വെച്ചിരിക്കുന്നത്, ഇച്ചിരി ഒച്ച കൂട്ടിയതെന്ന്. സോറി സാർ. ജോസഫ് നായാട്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി, ഇലവിഴ പുഞ്ചിറ. കോടതി കേസൊന്നും പേടിച്ചിട്ടല്ല ഈ നാട്ടിലുള്ളവന്മാരൊക്കെ മര്യാദയ്ക്ക് നടക്കുന്നത്. പോലീസിന് ഇടി പേടിച്ചിട്ടാണ്. എണ്ണത്തെ ഇവിടെ കാണുന്നത് കണ്ടാ പിടിച്ച അകത്തിട്ട് ഞാൻ കേസെടുക്കും. ഇങ്ങനെ ഇപ്പൊ ഉണ്ടാക്കണ്ട. ഡ്രൈവർ പണിയല്ലേ, നീ അത് ചെയ്താൽ മതി. ഓഫീസർ ഞാൻ, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഇത് പതുക്കെ കൂടാ. ഡ്രൈവർ ഡ്യൂട്ടി അല്ലേ, നീ എനിക്കിത് കുണപ്പിക്കാൻ നിൽക്കല്ലേ. ഇത് പതുക്കെ ഉള്ളവന്റെ എന്ന് ഇല്ലാത്തവും പിടിച്ചു പറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസിനെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ ഈ പണിക്കിറങ്ങിയാലേ കോപ്പാൻ. നല്ലപ്പെട്ട പെങ്കുച്ച് പാസ് ചെയ്ത് പോയ പോലെ ഉണ്ട്. മിസ്സിംഗ് ആണല്ലോ. ഇന്ന് അതേര് നോക്കി അവളെങ്ങനെ കെട്ടി തൂങ്ങിയിട്ടുണ്ടോ. നിന്നെ പോലുള്ള പേടിത്തൊണ്ടന്മാരെ എൻ്റെ കൂടെ ഡ്യൂട്ടിക്കിടല്ലോ. നാളെ എസച്ചോടെന്ന് പറയാനുള്ള. ഞാൻ പറഞ്ഞു സാറിനോട് എനിക്ക് പേടിയാണ്. നീയൊക്കെ എന്തുവാടാ ചെറുക്കാൻ ചെയ്തത്. ഷാഹി കബീർ, റോന്ത്. ഓ വാ, സൂപ്പർ. നൈസ്. ദൈവം അതിനിടയ്ക്ക് അടുത്ത വീഡിയോ ഒക്കെ ഓണായി. എന്താ പറയുക, തിയേറ്ററിൽ ഞെട്ടാനുള്ള ഒരു ഐറ്റം ഉണ്ട്, അത് ഗ്യാരൻറ്റിയാണ്. ഞാനിത് ടീസർ ഇറങ്ങിയ സമയത്ത് ഞാൻ അതുപോലെ തന്നെ പറഞ്ഞിരുന്നു, പിടിത്തരത്തില്ല. അത് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ഷാഹി കബീർ എഴുതി വെച്ചിട്ടുള്ളതെന്ന്. ഇതിലെന്താ ഏറ്റവും രസമുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പോലീസുകാർ വോക്കി ടോക്കി സംസാരിക്കുന്നതാകട്ടെ, അല്ലെങ്കിൽ അവർ ഒഫീഷ്യലി സംസാരിക്കുന്നതാകട്ടെ, കുറച്ച് വേർഡ്സ് യൂസ് ചെയ്യും. അതൊക്കെ മറ്റ് സിനിമകളിൽ കാണാൻ സാധിക്കില്ല. ഇത് ഷാഹി കബീർ ഒരു പോലീസുകാരായിരുന്നുകൊണ്ട് ആ ഒരു സാധനം ഇവിടെ കൃത്യമായിട്ട് ഡെലിവറി ആവും. അതുപോലെ തന്നെ ഒരു കേസ് അന്വേഷണം, ഓരോ രീതികൾ, അതിൻ്റെ എന്തൊക്കെയാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ റിയൽ ഇൻസിഡൻസ് എന്തൊക്കെയാണെന്നുള്ളത് ലൈവായിട്ട് കണ്ടിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ പുള്ളിക്ക് അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനും അതിനെ നമുക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ടുവെക്കാൻ പുള്ളിക്ക് പറ്റും. സോ അതുകൊണ്ട് ഈ പടം
ഗംഭീരമായിട്ട് തിയേറ്ററിൽ വർക്കൗട്ട് ആകാൻ പോകുന്നൊരു സിനിമയാണെന്ന് ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും. അതിൽ അവസാനം റോഷൻ ഒരു കയറ് വലിക്കുന്ന സീൻ കണ്ടു. തിയേറ്ററിൽ ഞാൻ എഴുതി തരാം, ആ സീൻ കാണുന്ന സമയത്ത് ഒട്ടുമിക്ക ആൾക്കാർക്കും ആ സ്മെല്ല്, ഇപ്പം റോഷൻ ആ സ്മെല്ലിങ്ങനെ ഇറിറ്റേറ്റ് ആവുന്ന പോലെ കാണിച്ചിരുന്നു. ആ സ്മെല്ല് നമുക്ക് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ഫീൽ ചെയ്യും. അതുപോലെ അത് എടുത്തു വെക്കും എന്നുള്ള കാര്യം ഒരു സംശയമില്ല. കാരണം ജോസഫ് എന്ന് പറയുന്ന സിനിമയിൽ അങ്ങനൊരു സീൻ ഉണ്ടായിരുന്നു. ആ സീൻ ഞാൻ കണ്ടിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. സോ എനിക്ക് ട്രെയിലർ എന്തായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം നിങ്ങളൊക്കെ നേരത്തെ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവാം. സോ ലേറ്റ് ആയതിന് ക്ഷമ ചോദിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.